പണ്ടൊക്കെ പഠിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോൾ മാത്രമായിരുന്നു നമുക്ക് ഫോക്കസ് കിട്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫോൺ നോക്കുമ്പോൾ പോലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോവുകയാണ്. പണ്ടൊക്കെ നമ്മളൊരു കഥാപുസ്തകം വായിച്ച് എൻജോയ് ചെയ്യായിരുന്നു. ഇന്ന് അതേ കഥാപുസ്തകം നമുക്ക് ബോറിംഗ് ആണ്. പണ്ടൊക്കെ ഒരു സിനിമ നല്ല സിനിമയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ കാണുമായിരുന്നു. ഇന്ന് ഒരു സിനിമ കുറച്ച് നേരം കാണുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കുന്നു, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് എടുത്താൽ ശക്തമായ ഏകാന്തത നമ്മളെ പിന്തുടരും. നമുക്ക് കൂട്ടിനൊരു ഫോൺ വേണം. സോ ഫോൺ നോക്കി ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ TV നോക്കി ഭക്ഷണം കഴിക്കണം. TV ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഓണാക്കിയെന്ന് വിചാരിക്കാം, അത് നമുക്ക് ബോറടിക്കും. സോ അപ്പം നമ്മൾ ഫോൺ കയ്യിലെടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. ഒരാപ്പ് കുറച്ചു നേരം കാണുമ്പോൾ അത് ബോറടിക്കും, അടുത്തത് നോക്കും. സോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരു കാര്യത്തിൽ പോലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നുണ്ട്. നമുക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം ബ്രെയിൻ ഫോഗ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം, കാണും. ഇന്നത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയാനുള്ള ഒരു പ്രധാന കാരണം മൊബൈൽ ഫോൺ സ്ക്രോൾ ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ മൊബൈൽ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു സുഖം, ഒരു ചീപ്പ് ഡോപ്പമിൻ ഇങ്ങനെ സെക്രീറ്റ് ചെയ്യല്ലോ, ആ ഒരു സുഖം നമുക്ക് ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റിയെ കുറയ്ക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു കഴിവ് കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. ശരിക്കും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മുടെ അറ്റൻഷൻ സ്പാനിനെ കുറയ്ക്കുന്നുണ്ടോ എന്ന വിഷയത്തിൽ ലോകത്ത് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊരു പഠനത്തിൽ കണ്ടെത്തിയത് സ്റ്റുഡൻസിനാണ് പഠനം നടത്തിയത്. എക്സസീവായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സ്റ്റുഡൻസിനെ ക്ലാസ്സിൽ 10 മുതൽ 15 മിനിറ്റ് വരെ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ള ഒരു പഠനം പുറത്തു വന്നു. സോ അവർ ഡിസ്ട്രാക്റ്റഡ് ആയി പോവുകയാണ്. ഓരോ 10 മുതൽ 15 മിനിറ്റ് ആവും തോറും അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അവർക്ക് പുറത്തോട്ട് നോക്കണം, വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് അവരെ ഡിസ്ട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൂടാതെ എക്സസീവായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മൂഡ് ഡിസോർഡേഴ്സ്, ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്നു എന്ന് മറ്റൊരു പഠനവും പറയുന്നു. മൊബൈൽ ഫോൺ നമ്മുടെ ഫോക്കസ് കുറയ്ക്കുന്നത് കണ്ടെത്താൻ ലോകത്ത് നടന്ന പല പഠനങ്ങളുടെ പുറകെ പോകണമെന്നൊന്നുമില്ല. നമ്മുടെ വല്ല ഫ്രണ്ട്സും ഉണ്ടാവും എപ്പോഴും സ്ക്രോൾ ചെയ്യുന്ന സ്വഭാവമുള്ള ആളുകൾ. അവരൊന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, അവർക്ക് ഒന്നിലും ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. ക്ലാസ്സിൽ പോയി കുറച്ച് നേരം ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ അവർ ഡിസ്ട്രാക്റ്റഡ് ആവും. അവർക്ക് എന്തെങ്കിലും വേറൊന്ന് നോക്കിയേ പറ്റൂ, ഡിസ്ട്രാക്റ്റഡ് ആയേ പറ്റൂ. ജസ്റ്റ് ഫോണെങ്കിലും അവരെടുത്തൊന്ന് നോക്കും. വർക്കിന് ചെന്നു അവിടെയും പെട്ടെന്ന് തന്നെ അവർ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോവും. ഒന്നും ഫോക്കസ് ചെയ്ത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവരിപ്പോൾ എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ അവരൊന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തിനും യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നു വിചാരിക്കാം, ഒരു 10 മുതൽ ഒരു 13 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ആണെങ്കിൽ ലോങ് ആയ വീഡിയോ ആണ്, ലെങ്ത് കുറച്ച് കൂടുതലാണ്, കാണണം, പ്രധാനപ്പെട്ട വീഡിയോ ആണ്, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, വാച്ച് ലൈറ്ററിൽ ഇട്ട് വെക്കാം, പിന്നെ കാണാമെന്ന്. അത് മനസ്സിൻ്റെ ഒരു കബളിപ്പിക്കലാണ്. കാരണം ഒരു ഇറിറ്റേഷൻ ഉണ്ട് വലിയ വീഡിയോ ആണെന്നുള്ളത് കൊണ്ട് തന്നെ. ഇനി ബുദ്ധിമുട്ടി ആ വീഡിയോ കാണുന്നു എന്ന് വിചാരിക്കാം, ഡിസ്ട്രാക്ഷൻ വർക്ക് ചെയ്യും, സഹിക്കുന്നില്ല, ഉള്ളിലൊരു പെടപ്പെടപ്പ് മാറ്റിയേ പറ്റൂ എന്നുള്ള രീതിയിലാണ്. എന്നിട്ടും മനസ്സ് വെച്ച് ബുദ്ധിമുട്ടി പ്രധാനപ്പെട്ട വീഡിയോ ആണെന്ന് വിചാരിച്ച് കാണുന്നു വിചാരിക്കാം, ഡിസ്ട്രാക്ഷൻ വീണ്ടും വർക്ക് ചെയ്യും. സോ നേരെ കമൻറ്റ് ബോക്സിലോട്ട് വന്നു. സോ ആ വീഡിയോയെ നമുക്ക് എന്തെങ്കിലും കാണിച്ച് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് വായിച്ചുകൊണ്ട് തന്നെ അത് കേട്ടുകൊണ്ടിരിക്കും. സോ ഡിസ്ട്രാക്ഷൻ ആണത് ആക്ച്വലി. സോ ഒരു വലിയ വീഡിയോ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നെങ്കിൽ ഒരു ബുക്ക് നമുക്കറിയാം എത്ര ബുദ്ധിമുട്ടാണത് വായിക്കാൻ. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു 10 to 15 മിനിറ്റുള്ള വീഡിയോ കാണാൻ. പക്ഷെ അതുപോലും ബുദ്ധിമുട്ടാണ്, അതിൽ പോലും മുഴുവൻ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ദിവസത്തിൽ എത്രയോ തവണ ഫോൺ വെറുതെ അൺലോക്ക് ചെയ്തിട്ട് സ്ക്രീൻ നോക്കും, ഒരാവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയോ പെട്ടെന്നൊരു വെളിപാടുണ്ടായിട്ട് ഒരാവശ്യമല്ല, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ ഒരാവശ്യമില്ല, വെറുതെ ഇരിക്കുകയോ ഒന്നുമില്ല. എത്രയോ തവണ ഒരാവശ്യമില്ലാതെ വെറുതെ നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. വെറുതെ വല്ല നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ, വെറുതെ ഒരു ടൈം എത്രയായി എന്നറിയാം, അപ്പുറത്ത് വാച്ച് ഉണ്ടായിരിക്കാം, എന്നാലും ഒരു ശീലം. സോ നമുക്ക് ഡിസ്ട്രാക്ഷൻ വേണം, പ്രസന്റ് മൊമെന്റിൽ നിന്ന് ഒരു ഡിസ്ട്രാക്ഷൻ വേണം. സോ അതിന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. സോ ഇവിടുത്തെ വിഷയം അറ്റൻഷൻ സ്പാൻ ആണല്ലോ. സോ അറ്റൻഷൻ സ്പാൻ കുറയാനുള്ള അടുത്തൊരു കാര്യം മൾട്ടി ടാസ്കിങ് ആണ്.
നമ്മൾ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു പരിപാടി. ഇത് നമ്മുടെ ഫോക്കസിനെ കുറയ്ക്കുന്നുണ്ട്, നമ്മുടെ അറ്റൻഷൻ സ്പാനെ കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അറ്റൻഷൻ സ്പാനുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊരു പഠനത്തിൽ മനസ്സിലായൊരു കാര്യം, മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആളുകൾക്ക് അവർ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവരവരുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യുന്നത് ഒരു സമയത്ത് ഒന്നിൽ ഫോക്കസ് ചെയ്യരുത് എന്നാണ്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്. ഇങ്ങനെ ബ്രെയിനെ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഈ സ്വഭാവം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പടർന്നു പിടിക്കും. അവരെന്ത് ചെയ്താലും അതിലവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയാതെ വരും. അവർക്ക് ജോലിയിലായാലും പഠനത്തിലായാലും ഒരു സമയം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയേയില്ല.